ആരോഗ്യ മേഖലയിലെ വളരെ നിർണായകമായ പല കാര്യങ്ങളും നമ്മുടെ SG ചാനലിലൂടെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെ ഈ ടോക്കൺ സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന ഒരു അപാകതയാണ് ഇന്ന് നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ യൂട്യൂബർമാരും അതുപോലെ തന്നെ യൂട്യൂബ് ചെയ്യുന്ന ആളുകളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് അത് സർക്കാരിലേക്കും അതിൻ്റെ അധികാരികളിലേക്കും അത് എത്തിക്കുക എത്രയും പെട്ടെന്ന് തന്നെ. കാര്യം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ മുന്നിൽ ഈ വിവരം എത്രയും പെട്ടെന്ന് എത്തിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വളരെ പ്രായമുള്ള ഒരാൾ നമ്മൾ യൂട്യൂബ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ട് എടുത്തൊരു വീഡിയോയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ യാദൃശ്ചികമായിട്ട് നമ്മുടെ കോഴഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കണ്ട ഒരു ദൃശ്യമാണ്. രാവിലെ നമ്മൾ ഈ ടോക്കൺ സിസ്റ്റത്തിൽ അപാകതകൾ നമ്മൾ നേരത്തെയും ഈ വീഡിയോ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിരൂക്ഷമായ ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. നമ്മൾ രാവിലെ 6-നും 7-നും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടോക്കൺ എടുക്കുമ്പോൾ 100-ഉം 120-ഉം ഒക്കെ ടോക്കൺ നമ്പർ കിട്ടിക്കഴിയുമ്പോൾ ആ ടോക്കൺ എടുത്ത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 40-30 എന്നുള്ള ടോക്കണിൽ അങ്ങനെ സ്റ്റക്കായി ഒരു ഏകദേശം 1-1.5 മണിക്കൂറുകളോളം അവിടെ ക്യൂ നിൽക്കേണ്ട ഒരു അവസ്ഥകൾ ജനങ്ങൾക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അത് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം ആളുകൾ ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ഈ ടോക്കൺ സിസ്റ്റം വരുമ്പോൾ അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ എന്താണെന്നുള്ളത് അവിടെ ഇരിക്കുന്ന സ്റ്റാഫുകൾ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റിനെ അറിയിക്കുക. അപ്പോൾ ഈ വിവരം നമ്മൾ അവിടുത്തെ PROയെ ധരിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ PRO പറഞ്ഞതനുസരിച്ചിട്ട് അത് സെൻട്രലിൽ നിന്ന് വരുന്ന സോഫ്റ്റ്വെയറിൻ്റെ എന്തോ മിസ്റ്റേക്ക് ആണെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ 3 സ്റ്റാഫ് ഉണ്ടെന്ന് പറയുന്നത് അവിടെ ആരോ ഒരാളേ ഉള്ളൂ ആ ടൈമിൽ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെപ്പോലെയുള്ള ആളുകൾ, ഇപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ആളുകളെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് ഇത് ഉപകാരമായിരിക്കും. പ്രത്യേകിച്ച് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നാടിന് തന്നെ അത് രാജ്യത്തിന് തന്നെ നല്ലൊരു വികസനത്തിൻ്റെ മാതൃകയിൽ പോകാൻ സാധിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സ്വകാര്യ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒരുപാട് ആളുകൾക്ക് ആശ്രയമായിട്ടുള്ള എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡോക്ടേഴ്സും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ സിസ്റ്റം കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഇത് ഉപയോഗപ്പെടും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ കമൻറ്റ് എഴുതുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ.